ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള പരിണാമത്തിന്റെ വഴികൾ എന്ന പാഠത്തിലെ ബാക്കി ഭാഗം നോക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? നമ്മൾ പ്രൈമേറ്റുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. പ്രൈമേറ്റുകൾ എന്താണെന്നൊക്കെ പറഞ്ഞു. അതായത് പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന, നമ്മളും ഈ കുരങ്ങന്റെ ഈ വർഗ്ഗങ്ങളൊക്കെ എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞു. അത് നമ്മൾ എന്താണ്, അതിന് പ്രൈമേറ്റുകൾ ഒരു ഗ്രൂപ്പാണ് ആന്ത്രോപോയിഡിയ. എന്താ നമ്മൾ പറഞ്ഞു? ആന്ത്രോപോയിഡിയ. നമ്മൾ ആന്ത്രോപോയിഡിയ നമ്മൾ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. സെർക്കോപിത്തിക്കോയിഡിയ. എന്താണ്? സെർക്കോപിത്തിക്കോയിഡിയ ഉണ്ട്. അതുപോലെ ഹോമിനോയിഡിയ സെർക്കോപിത്തി 3 നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അതായത് ആദ്യം സെർക്കോപിത്തിക്കോയിഡിയ, ഹോമിനോയിഡിയ. ഇവിടെ 2 ആക്കാം. ഹോമിനോയിഡിയ, സെർക്കോപിത്തിക്കോയിഡിയയും ഹോമിനോയിഡിയയും 2 ഗ്രൂപ്പാണ്. അതിൽ നമുക്ക് അവരെ ഒന്നിന് കുരങ്ങനെ ആലോചിക്കുക. സെർക്കോപിത്തിക്കോയിഡിയയിൽ നമ്മൾ കുരങ്ങനെ ആലോചിക്കുക. കുരങ്ങനെ എന്താണ്? ചെറിയ മസ്തിഷ്കവും വാലുണ്ട്, ചെറിയ മസ്തിഷ്കമുണ്ട്. ഇവിടെ വാലില്ല, വലിയ മസ്തിഷ്കമുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി നമ്മൾ ഹോമിനോയിഡിയയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 5 ആൾ വരുന്നുണ്ട്. ഒന്ന് മനുഷ്യൻ, നമുക്കറിയാം മനുഷ്യൻ നമ്മൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത നമ്മളെ കുടുംബക്കാർ, നമ്മളോട് മിക്കവാറും ഭയങ്കര സാമ്യമുള്ള ആൾക്കാർ നമ്മൾ ആരാ പറഞ്ഞത്? നമ്മളെ ചിമ്പാൻസി അല്ലേ. നമ്മൾ ചിമ്പാൻസി ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ചിമ്പാൻസിന്റെ പിന്നെ അടുത്ത് വരുന്നതാണ് ഗോറില്ലയും ഗിബണും ഒരുമിച്ച് പഠിക്കുക കേട്ടോ. ഗോറില്ല, ഗിബൺ രണ്ടും ഗ എന്നല്ലേ തുടങ്ങണത്. പിന്നെ ഒരാങ്ങൂട്ടൻ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ 5 ആളാണ് വരുന്നത്. പക്ഷെ സെർക്കോപിത്തിക്കോയിഡിയയിൽ നമ്മുടെ കുരങ്ങ് മാത്രമേ ഉള്ളൂ വരുന്നത്. അതിനുശേഷം നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ മനുഷ്യന്റെ പരിണാമമാണ് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാരെ എവിടെ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെ നമുക്ക് പറയണ്ടേ. അപ്പോൾ അതിൽ നമ്മൾക്ക് ഏറ്റവും ബന്ധം കൂടുതൽ നമ്മൾ ആരോടാന്നാണ് പറഞ്ഞത്? നമുക്ക് ചിമ്പാൻസിനോടാണ് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ മനുഷ്യന്റെ പരിണാമം പറയുമ്പോൾ ഫോസിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ഫോസിലുകൾ എന്നാണ് നമുക്ക് ഇവരെ കുറിച്ചൊക്കെ കിട്ടിയത്. ഇതൊക്കെ ആരാണ്? ഇവിടെ ഭയങ്കര ഭംഗിയിൽ ഭയങ്കര പോസ് ചെയ്തിട്ട് കുറച്ച് പേര് ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ആരൊക്കെയാണത് നിങ്ങൾക്ക് അറിയോ? അത് പിന്നെ നമ്മുടെ പൂർവികരാണ്. അതായത് കുറേ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നമ്മളൊക്കെ നമ്മുടെ അച്ഛൻ്റെ മുതുമുത്തച്ഛൻ്റെ അങ്ങനെ ഏറ്റവും മേലേക്ക് എത്രയോ ലക്ഷക്കണക്കിന് വർഷം കേട്ടോ. ഇപ്പം അടുത്തൊന്നല്ലേ, അതിൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. നമുക്ക് എന്താ ഭയങ്കര പോസ്റ്റിങ്ങിൽ ഇരിക്കേണ്ടത് നോക്ക്. ഇയാളൊക്കെ നോക്ക്, ഭയങ്കര നല്ല എന്താ പോസ്റ്റിങ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ പേര് പറയാം. പേരുകളൊക്കെ കുറച്ച് എന്താ പറയുക, കടിച്ച പെട്ടാത്ത പേരുകളാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ആൾ ഇതാ അവിടേക്ക് വായൊക്കെ തുറന്ന് അങ്ങനെ അങ്ങോട്ടൊരു സൈഡ് വ്യൂ ആണ് കാണുന്നത് അല്ലേ. ഇങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ് മൂപ്പര്. എന്താണ് പേര്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. സഹല പേര് കിട്ടില്ലേ, പെൺകുട്ടികളുടെ പേരില്ലേ? സഹല എന്തോ ചോദിക്കട്ടെ. അപ്പൊ എന്തോ ചോദിച്ചു, എന്തോന്നായി. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. അപ്പോൾ അവര് നമ്മൾ എങ്ങനെയാണ് നമ്മളിവിടെ നോക്കണത് അറിയോ? മസ്തിഷ്കത്തിന്റെ വലിപ്പം. പണ്ട് കാലത്തില്ലേ അവരുടെയൊക്കെ മസ്തിഷ്കത്തിന് വലിപ്പം വളരെ കുറവായിരുന്നു. അത് ചെറിയ മസ്തിഷ്കമാണ്, കുഞ്ഞു തലയാണ്. അപ്പോൾ അതിന് കുഞ്ഞു ബുദ്ധിയിലുണ്ടാവുള്ളൂ. അപ്പോൾ വലിയ നമ്മൾക്ക് നല്ല നല്ല ബുദ്ധിയുള്ളവരല്ലേ നമ്മൾ. അപ്പോൾ നമ്മളെ പോലെ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരാകെ 350 സെന്റിമീറ്റർ ക്യൂബ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ തലച്ചോറിന്റെ വലിപ്പം, മസ്തിഷ്കത്തിന്റെ വലിപ്പം. അപ്പോൾ ആരുടെയാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. ഇനി അവിടെ നിന്ന് പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരിക കേട്ടോ. മൂക്കൊക്കെ വലിയ എന്തോ ഒരു മൂക്കൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ചിരിക്കാതിരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് അസ്ട്രാലോപിത്തിക്കസ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി. 350 എന്നുള്ളത് 100 കൂടി 450 ആരുടെ? അസ്ട്രാലോപിത്തിക്കസിന്റെ മസ്തിഷ്ക വലിപ്പം. ഇനി നമ്മളെ സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് അവരുടെ അവരാണ് നമ്മളെ പരമ്പരയിൽ ആദ്യത്തെ ആദ്യമായിട്ടുണ്ടായതല്ലേ, ആദ്യത്തെ കൺമണിയാണ്, ആദ്യത്തെ കുട്ടിയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആദ്യ കണ്ണിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കിട്ടിയത് ഇവനെ കുറിച്ച് നമുക്ക് ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ആഫ്രിക്കയിലെ ചാഡ്, അതാണ് ചാഡൻസിസ്. ചാഡിൽ നിന്നും ചാഡൻസിസ് കിട്ടി. അപ്പോൾ ചാഡിൽ നിന്നും ചാഡൻസിസ് കിട്ടി. അപ്പോൾ ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഇവരുടെ ഫോസിലുകൾ, ആദ്യ കണ്ണീനെ നമുക്ക് കിട്ടിയത്. പിന്നെ അസ്ട്രാലോപിത്തിക്കസ് എന്താണ് 450 സെന്റിമീറ്റർ ക്യൂബാണ് അവരുടെ മസ്തിഷ്കത്തിന്റെ വലുപ്പം. അപ്പോൾ ഇവരെവിടെ നിന്നാണ് കിട്ടിയത്? ഇവരെയും ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. അവർക്ക് ആഫ്രിക്കേൻ്റെ ഒരു കാര്യമില്ലേ, ആഫ്രിക്കയിൽ നിന്നാണ് ഇവരിനൊക്കെ കിട്ടിയത്. അപ്പോൾ
ഇനി ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവരുടെ പൂർണ്ണമായ ഫോസിലാണ് നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അത് ഇരു കാലുകൾ നടക്കും. ഇയാളില്ലേ നമ്മളെ സഹലാന്ത്രോപ്പസ് സ്റ്റാറ്റൻസിസ്, അദ്ദേഹം അവര് 4 കാലായിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആസ്ട്രോലോപിറ്റിക്കസ് വരുമ്പോൾ അവർ 2 കാലം നമ്മളെ പോലെ നടക്കാൻ തുടങ്ങി, നിവർന്നും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഇനി അടുത്ത ആളാണ് ഹോമോ ഹബിലിസ്. ഹോമോ ഇനി വരണത് ഒക്കെ ഹോമോ ആണേ. അപ്പൊ നമുക്ക് ഹോമോ ഹബിലിസ് ഇബിലീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ട് അല്ലേ, ഹബിലിസ്. അപ്പോൾ 450 നിന്ന് പ്രൊമോഷൻ കിട്ടി, 150 കൂടിയിട്ട് 600 ഹൈവ. അപ്പോൾ നമ്മളെ ഇയാൾ ഭയങ്കര എന്താ പറയുക ഇതിലിരിക്കുന്നുണ്ട്, എന്താ പറയുക എന്തോ ഇങ്ങനെ ഫോട്ടോ ഒക്കെ പണ്ടത്തെ ആൾക്കാർ പോസ്റ്റ് ചെയ്യില്ല അതുപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ, ഹോമോ ഹബിലിസ്. അതും എവിടെന്നാ കിട്ടിയ ഫോസില്? ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് ആ ഫോസിൽ കിട്ടിയത്. ഇനി ഇവരുടെ പ്രത്യേകതയൊക്കെ എന്താ അറിയോ? ഇവർക്ക് വലിയ തലയോടുണ്ട്, കുറച്ച് വലിയ തല, 600 സെന്റിമീറ്റർ ക്യൂബായില്ലേ അവരുടെ മസ്തിഷ്കത്തിന്റെ വില. അവരുടെ തലയോട് കുറച്ച് വലുതാണ്. ഇവര് കൈകളൊക്കെ കൊണ്ടിട്ട് കൈകൾ ഉപയോഗിച്ചിട്ട് അതെന്ന് 2 കാലം നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് അവരെന്ത് കല്ലും കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്താ, അവർക്ക് വേട്ടയാടാനും ഇതിനൊക്കെ മൃഗങ്ങളെ പിടിക്കാനും അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കാനും ഒക്കെ അവരെന്ത് ചെയ്തു? അവര് കല്ല് കൊണ്ടൊക്കെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൈ കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ അവർ ചെറിയ കൂട്ടമായിട്ട് ജീവിക്കുകയാണ്. അവരിങ്ങനെ ഒരു ഫാമിലി ആയിട്ട്, ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒന്നിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങി. അവർ വേട്ടയാടാൻ തുടങ്ങി, ഉപകരണങ്ങൾ ഉണ്ടാക്കി. അവർ തീർച്ചയായിട്ടും അവരെന്തുണ്ട്? അവരെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായല്ലോ, ഹോമോ ഹബിലിസ്. ഇനി അടുത്ത ആളാണിത് വരുന്നത്, ഭയങ്കര ഫ്രീക്കനായിട്ടോ, മുടിയൊക്കെ നോക്ക്. ഹോമോ ഇറക്ടസ്. എന്താണ് ഇറക്ടസിന്റെ? അപ്പൊ അവരെ ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ ഇപ്പൊ പറഞ്ഞ 3 പേര് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് അവരെ ഫോസിൽ കിട്ടിയത്. പക്ഷെ ഇനി വരുന്ന ആള് ഏഷ്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അതുപോലെ എന്താണ് ആഫ്രിക്കയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരും തന്നെ ഇരുകാലം നിവർന്ന് നടക്കാൻ കഴിയും, 2 കാലം നടക്കും നമ്മളെ പോലെ. അവരെ നോക്ക്, വിശാലമായ നെറ്റിത്തടം, നെറ്റി നോക്ക്, നല്ല വിശാലമായ നെറ്റിത്തടണ്ട് അവർക്ക്. അതുപോലെ അവർക്ക് മിശ്രബുക്കുകൾ പറയാണ്ട് അവരെല്ലാം കഴിക്കും. അവർ ഇറച്ചിയും കഴിക്കും, സസ്യം കഴിക്കും, അതായത് വെജിറ്റബിൾസും കഴിക്കും, എല്ലാം കഴിക്കും. അവരെല്ലാം കൂടി കഴിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഇവർക്ക് നല്ല മികവ് കൂടി നല്ല മികച്ച ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്തിനു വേണ്ടി വേട്ടയാടുന്നവരുണ്ട്. അവർക്ക് മൃഗങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എറിഞ്ഞിട്ടും ഇതൊക്കെ കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അവർ നല്ല നല്ല അടിപൊളി ആയുധങ്ങളൊക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് ഹോമോ ഇറക്ടസ് ആണ് നിവർന്ന് നിൽക്കാന്നാണ്. നിവർന്ന് നിൽക്കുക നടക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ഇറക്ടസ് നിവർന്ന് നടക്കും. ഇനി അടുത്തത് ആളാണ് ഹോമോ നിയാണ്ടർതാലൻസിസ്. അയവ, താടിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ നിയാണ്ടർതാലിസ്. അപ്പോൾ ഹോമോ നമ്മൾ നേരത്തെ ഹോമോ ഹബിലിസും ഹോമോ ഇറക്ടസിലൊക്കെ ആ ഹോമോ ആണ്. അപ്പോൾ നിയാണ്ടർ താലൻസിസ് നിയ പേരിട്ടിട്ട് നിയ. പിന്നെ വണ്ടർ എന്നൊക്കെ നമ്മൾ വണ്ടർല എന്നൊക്കെ പറയില്ല. അപ്പൊ നിയാണ്ടർ താലൻസിസ്. അപ്പോൾ നമ്മളെ ഹോമോ ഇറക്ടസിന്റെ മസ്തിഷ്ക വലുപ്പം നമ്മൾ പറഞ്ഞില്ലേ എത്രയാണ്? 900 ഉണ്ട് കേട്ടോ. ആള് ഗമനാണ്. നല്ല 300 കൂടിയത്. ഹോമോ ഹബിലിസ് 300 കൂടി ഒറ്റയടിക്ക്. അടുത്തത് നമ്മളെ ഹോമോ നിയാണ്ടർ താലൻസിസ്. അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി നോക്കുക 1450 ഒറ്റച്ചേട്ടം. ഏറ്റവും വലിയ മസ്തിഷ്കമുള്ളത് ആരാ അറിയോ? ആരാണ്? ഈ പുലിയാണ്. ആരാണ്? ഹോമോ നിയാണ്ടർ താലൻസിസ്. അപ്പോൾ ഈ ഇവരെ പ്രത്യേകത നോക്കാം. ഇവരെ എവിടെ നിന്നാണ് കിട്ടിക്കണേ അറിയോ? ജർമ്മനിന്നാണ് കിട്ടിയിരിക്കണത്. അയ്യവാ, മറ്റേതൊക്കെ ആഫ്രിക്കയും ഏഷ്യയൊക്കെ ആയപ്പോൾ ഈ നമ്മളെ ഹോമോ നിയാണ്ടർതാലൻസ് വലിയ തലയുള്ള ഇയാളിനെ കിട്ടിയത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്ന് കിട്ടിയിട്ടോ. അതുപോലെ ഇവർക്ക് ചെറുതും ചെരിഞ്ഞതുമായ നെറ്റിത്തടം. ഇവരുടെ കുറച്ച് ഇതിന്റെ മുമ്പിൽ ഹോമോ ഇറക്ടസിന് വലിയ നെറ്റിത്തടം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറുതുമാണ്. അതുപോലെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് കുറച്ച് നെറ്റി. പിന്നെ കട്ടി കൂടിയ പുരികാണ്. നോക്ക്, താടി കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പുരികമുണ്ട്. അപ്പം നോക്ക്, കട്ടി കൂടിയ പുരികത്തടുണ്ട്. പിന്നെ അവരെന്താണ്? അവർ ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നു. അതായത് അവരുടെ കുടുംബത്തിലോ അവരുടെ ബന്ധുക്കളൊക്കെ മരിച്ചാൽ അവർ മണ്ണിനടിയിൽ ആ മരിച്ച ശവം എന്ത് ചെയ്തു? അവർ മറവ് ചെയ്തിരുന്നു. മറ്റുള്ളവരൊക്കെ അവിടെ ഇട്ട് പോരെയിരിക്കും. പക്ഷെ ഇവരാണ് അത് ചെയ്തത്, ആദ്യമായിട്ട് ചെയ്തത്. ഇനിയാണ് ഇതാ വരുന്നു. ആരാണ്? ഇതാ നമ്മളെ ഉൾപ്പെട്ട ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇതാണ് നമ്മളെ ആധുനിക മനുഷ്യനാണ് കേട്ടോ. ആധുനിക മനുഷ്യനാണ്. ഇവരുടെ പ്രത്യേകത അങ്ങനെ, ഇവർക്ക് സാങ്കേതിക വിദ്യകൾ അറിയാം. നമ്മളെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് വ്യത്യസ്ത കൃഷി രീതികൾ അറിയാം. അതുപോലെ മൃഗങ്ങളെ ഇണക്കി ജീവിക്കാനും വളർത്താനും നമുക്ക് മൃഗങ്ങളെ പല ആവശ്യത്തിന് നമുക്ക് വേണ്ടല്ലേ, കാവലിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൃഷിയുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് മൃഗങ്ങളെ ഇണക്കി വളർത്തേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ നമ്മൾ നല്ല സിറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നഗരങ്ങളൊക്കെ സൃഷ്ടിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സംസ്കാരമുള്ള ആൾക്കാരല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ സാംസ്കാരികമായിട്ട് നല്ല ഉയർന്ന ആൾക്കാരാണ് ആര്? ഹോമോ സാപ്പിയൻസ്. അപ്പോൾ
സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, അസ്ട്രാലോപിത്തിക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. നമുക്ക് എങ്ങനെ പഠിക്കാം? സ ആ ഇവിടുത്തെ ഈ സ എടുക്കാം കേട്ടോ. ഈ സ സോറി 1 സെക്കൻഡേ. അപ്പോ ഇവിടെ സഹലാന്ത്രത്തെ സ എടുക്കാം, ഇതിത്തെ ആ എടുക്കാം. അപ്പൊ സ ആയി. ഇനി വരുന്ന 4 എണ്ണം എന്താണ്? ഹോ 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 ഹോമോ. അപ്പൊ നമുക്ക് മനസ്സിലായില്ല. ഇതില് ഹ എടുക്കാം, ഇതില് ഈ എടുക്കാം, ഇതില് ഈ എടുക്കാം, ഇതില് നീ, ഇതില് സ, ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ? സ ആ ഹ ഇ നിസ, 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 അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇവരുടെ എല്ലാവരും പേരും തന്നിട്ട് 6 പേരെ പേരും തന്നിട്ടുണ്ട്. മസ്തിഷ്ക വലുപ്പവും സവിശേഷതകളും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നോട്ടാക്കിയിട്ട് മനുഷ്യര് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് എത്രയാണ്? 350 സെന്റിമീറ്റർ ക്യൂബാണ് മസ്തിഷ്കത്തിന്റെ വലുപ്പം. സവിശേഷതകൾ എന്താണ്? മനുഷ്യ പരിണാമത്തിൽ ആദ്യ കണ്ണിയാണ്. ഫോസിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ചാഡ്, ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ്. നെക്സ്റ്റ് ആണ് അസ്ട്രാലോപിത്തിക്കസ്. എന്താണ്? 350 100 കൂട്ടി 450 അവരുടെ പ്രത്യേകത ഇരുകാലുകൾ നടത്താൻ തുടങ്ങി. ഫോസിൽ ലഭിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. ഇവിടെയൊക്കെ നമ്പർ ഇട്ട് പഠിക്കാം 1 2. അപ്പൊ നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ അവിടെ 1 2 പോയിന്റ് അല്ലേ, അവിടെ 4 പോയിന്റ് അല്ലേ, അവിടെ 5 പോയിന്റ് അല്ലെന്ന് ആലോചിക്കാം. ഇനി ഹോമോ ഹബിലിസിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളതെന്നാണ്. അല്ല, ഹോമോ ഹബിലിസിനും ഹോമോ ഇറക്ടേഴ്സിനും ഒക്കെ ഒരുപോലെ എല്ലാവർക്കും 5 പോയിന്റ് ആണുള്ളത്. അപ്പോൾ ഹോമോ ഹബിലിസിൽ 600 സെന്റിമീറ്റർ ക്യൂബാണ് ഇവരുടെ മസ്തിഷ്കത്തിന്റെ വലുപ്പം. ഇവരുടെ പ്രത്യേകത എന്താണ്? വലിയ തലയോടാണ്. കല്ലുകൊണ്ട് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചെറിയ കൂട്ടമായിട്ടാണ് അവർ ജീവിക്കുക. വേട്ടയാടാൻ ആരംഭിച്ചു. ഫോസിൽ ലഭിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഹോമോ ഇറക്ടേഴ്സ്, അപ്പോൾ ഇവരെ ഫോസിൽ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ഏഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, യൂറോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവരും തന്നെ ഇരുകാൽ നടക്കും. ഇവരെ പോലെ തന്നെ ഇരുകാൽ നടക്കും. വിശാലമായ നെറ്റിത്തടാണ്. മിശ്രബുക്കുകളാണ്. വേട്ടയ്ക്കായി മികച്ച കല്ലായുധങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഹോമോ നിയാൻഡർതാലൻസിസ് 1550 ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വലുപ്പമുള്ളത് ആർക്കാണ്? ഹോമോ നിയാൻഡർതാലൻസിസ് ആണ്. ഇവർക്ക് എന്താണ്? ആധുനിക മനുഷ്യന്റെ സമകാലികൾ, നമ്മുടെ പോലുള്ള, നമ്മളോട് ബന്ധപ്പെട്ട, നമ്മുടെ അടുത്തുള്ളവരാണ്. അതുപോലെ ചെറുതും ചെരിഞ്ഞതുമായ നെറ്റിത്തടാണ്. കട്ടി കൂടിയ പുരുകത്തടാണ്. ശവശരീരങ്ങൾ എന്ത് ചെയ്തും അവർ മറവ് ചെയ്യാൻ തുടങ്ങി. ഫോസിൽ ലഭിച്ചത് എവിടെ നിന്നാണ്? ജർമ്മനി എന്നാണ് അവരുടെ ഫോസിൽ ലഭിച്ചത്. നെക്സ്റ്റ് ആണ് ഹോമോ സാപ്പിയൻസ് 1350 സെന്റിമീറ്റർ. ഇവരെന്ന് ഒരു 100 കുറവാണ് നമുക്ക്. ഈ ഹോമോ നിയാൻഡർതാലൻസിനും ഒരു 100 സെന്റിമീറ്റർ ക്യൂബ് കുറവാണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ വലുപ്പം. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താ? നമുക്ക് സാങ്കേതിക വിദ്യകൾ അറിയാം, കൃഷി രീതികൾ അറിയാം, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ നമുക്കറിയാം, നഗരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സാംസ്കാരികമായി നമ്മൾ വളരെ വളരെ ഉന്നതിയിലാണ് അല്ലേ? നമ്മൾ ആരാ? കേമന്മാരല്ലേ നമ്മൾ? നമ്മളെ സംസ്കാരമുള്ളവരല്ലേ നമ്മൾ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇനി ഇതാ നിയാൻഡർതാലുകളും ആധുനിക മനുഷ്യരും. അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്തിരിക്കണം, അതായത് 1450 നമ്മളത് താടിക്കാരല്ലേ, ഇതാണ് നിയാൻഡർതാൽസ്. നമ്മുടെ തൊട്ട് മുന്നിലവരാണ്. അവരോട് നമുക്ക് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ DNA-യിലും ഇതിലൊക്കെ നമുക്ക് എന്തുണ്ട്? അവരോട് നല്ല എന്താ പറയുക, സാമ്യമുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് മനുഷ്യന്റെ മസ്തിഷ്ക വലുപ്പത്തിലുണ്ടായ പ്രവണത എന്താണ്? മനുഷ്യന്റെ മസ്തിഷ്കം എന്ത് ചെയ്തു? ടപ്പ എന്നിങ്ങനെ കൂടി വന്നു അല്ലേ? ഓരോന്ന് ആദ്യത്തെ സഹലാന്ത്രോപ്പസ് ചാഡൻസിൽ നിന്നും എത്രയോ കൂടിയില്ലേ? ആകെ 350 ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 350 ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ 1350 1000 കൂടിയില്ലേ? 1000 സെന്റിമീറ്റർ ക്യൂബാണ് ഇവിടെ മസ്തിഷ്കത്തിന്റെ വലുപ്പം കൂടിയത്. മസ്തിഷ്കത്തിന്റെ വലുപ്പം കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബുദ്ധി കൂടി. നമ്മളൊക്കെ നല്ല ബുദ്ധി ഉള്ളവരല്ലേ? അപ്പൊ നമ്മുടെ ബുദ്ധിയും കൂടി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെന്താണ് നമ്മുടെ നിയാൻഡർതാലിന്റെ മസ്തിഷ്കം നമ്മളെക്കാളും കുറച്ച് വലുതായിരുന്നു. അതെന്തിനായിട്ടാണ്? അവരെ മസ്തിഷ്കഘടന എന്തിനനുസരിച്ചിട്ടായിരുന്നു? അവരുടെ ശരീരത്തിനനുസരിച്ചും അവരുടെ കാഴ്ചയ്ക്ക് അനുസരിച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉള്ളത്. മസ്തിഷ്കം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്മൾ മെയിനായിട്ട് നമ്മളെ ഉപയോഗം എന്താണ്? നമ്മുടെ ചിന്ത, അതുപോലെ നമ്മുടെ സാമൂഹിക ഇടപെടൽ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ നിയാൻഡർതാലൊക്കെ നമുക്ക് തോന്നും നമ്മുടെ അടുത്തല്ലേ, നമ്മളെ അടുത്ത കുടുംബക്കാരല്ലേ, നമ്മൾ തൊട്ടുമുന്നിലെ പൂർവികരല്ലേ തോന്നും. പക്ഷേ എത്ര നോക്ക്, 40,000 വർഷങ്ങൾക്ക് മുമ്പ് അവരൊക്കെ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടേ. ഇത് ഇന്നലെ നടന്ന കാര്യങ്ങളല്ല കേട്ടോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ശേഷം ഇനി ഇതവിടെ നമ്മുടെ മസ്തിഷ്കം 3 മുതൽ 4 ദശലക്ഷം വർഷങ്ങളിലുണ്ടായ മസ്തിഷ്ക വലുപ്പമാണ് നമ്മൾ പറഞ്ഞത്. എത്രയോ കൂടിയില്ല, ഏകദേശം 3 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ഏകദേശം 3 ഇരട്ടിയായി ഇവിടെ. അതുപോലെ
നമുക്ക് എന്തൊക്കെ ഉണ്ടായി, നമുക്ക് ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റും. പണ്ട് കാലത്തൊന്നും ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്ക് സാമൂഹിക സ്വഭാവം, നമുക്ക് എന്തായാലും നല്ല സമൂഹമായിട്ട് ജീവിക്കാനൊരിതുണ്ട്. നമുക്ക് നല്ല നല്ല അടിപൊളി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് നല്ല ഉയർന്ന വിജ്ഞാനം, അതായത് നമുക്ക് നല്ല വിജ്ഞാനം ഉണ്ടല്ലേ, നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി. നമുക്ക് നല്ല സംസ്കാരമുണ്ട്, നമ്മളെ സാങ്കേതിക വിദ്യയൊക്കെ അറിയാം. ഇതൊക്കെ ഇതിനൊക്കെ അടിത്തറയിട്ട് എന്താണ്, നമ്മളെ ഈ മസ്തിഷ്ക വികാസം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചു. ഇതിൽ പറയാത്ത കുറേ ഉണ്ട്. തീ കണ്ടുപിടിച്ചതും ചക്രം കണ്ടുപിടിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ് കാരണം, ഈ മസ്തിഷ്കത്തിൻ്റെ വികാസം. നമ്മളെ മസ്തിഷ്കം ഇങ്ങനെ വലുതായി വന്നിട്ട് നമ്മളങ്ങ് മിടുക്കന്മാരായി, നമ്മളെ ഹോമോസാപ്പിയൻസ് ആയപ്പോഴത്തേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുത്താൽ പോരെ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.